So we have left with one more topic in this chapter, this Bowley chapter, not the module in the syllabus. It is called the liquid gas system. So we will liquid gas phase transition consider. So phase boundary liquid gas phase coexist and these phases will be in thermodynamic equilibrium. And in the condition thermodynamic equilibrium, chemical potentials are the same. The chemical potentials, mu L is the chemical potential for the liquid phase and mu G is the chemical potential for the gaseous phase. So mu L is equal to mu C. അതുപോലെ തന്നെ ഈ ലിക്വിഡ് ഗ്യാസ് സിസ്റ്റം ഫേസ് ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻ. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്കറിയാം എപ്പോഴും കോൺസ്റ്റന്റ് വോളിയം വരുവാണെങ്കിൽ അവിടുത്തെ കൺസേൺഡ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കൺസേൺഡ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഗിബ്സ് ഫ്രീ എനർജി ആയിരിക്കും, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി ആയിരിക്കും. അതേസമയം കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ അത് ഗിബ്സ് ഫ്രീ എനർജി ആയിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ അത് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി ആയിരിക്കും. അപ്പം ഈ കേസിൽ നമുക്കറിയാം ഡി എഫ് ഈസിക്കൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് വി ഡി പി പ്ലസ് മ്യൂ ഡി എൻ ആൻഡ് മ്യൂ ഈസിക്കൽ ടു ഡോ എഫ് ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ നമുക്ക് എന്നിന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ വോളിയം എന്ന് എഴുതുമ്പോൾ നമ്പർ ഡെൻസിറ്റി കിട്ടും. സോ മ്യൂ ഈസിക്കൽ ടു ഡോ എഫ് ബൈ ഡോ എന്നിന് പകരം എൻ ഇൻറ്റു വി എന്ന്, ഡോ എഫിന് പകരം എൻ ഇൻറ്റു വി എന്ന് എഴുതി, and 1 by V is equal to dF by dN, and that dF by dN, Helmholtz free energy per unit volume നമ്മൾ small f എന്ന് എഴുതി. So mu is equal to dFn by dN, and dFn is a free energy density. Density എന്ന് പറയുന്നത് കാരണം divided by volume ചെയ്തുകൊണ്ടാണ് അത് free energy density ആവും. So as mu L is equal to mu G, since the chemical potentials are the same, the slope for Fn is same for, so slope of Fn is same as liquid and gas. That means slope same ആണ് ലിക്വിഡിനും ഗ്യാസിനും. അതുപോലെ ഈ സ്ലോപ്പ് മീറ്റ് ചെയ്യുന്നത് n1 സ്റ്റാർ ആൻഡ് n2 സ്റ്റാർ ആയിരിക്കും. സോ ഇത് സ്ലോപ്പ് മീറ്റ് ചെയ്യുന്നത് n1 സ്റ്റാർ ആൻഡ് n2 സ്റ്റാർ ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ, ഡെൻസിറ്റീസ് കണ്ടുപിടിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് ഡബിൾ ടാൻജന്റ് കൺസ്ട്രക്ഷൻ ആണ്. ഡബിൾ ടാൻജന്റ് കൺസ്ട്രക്ഷൻ നമുക്കറിയാം, നമ്മുടെ കർവ് എടുത്തു, ഇതിന് രണ്ട് മിനിമ ഉണ്ട്. ഈ രണ്ട് മിനിമ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കും, ഹാവിങ് എ സെയിം സ്ലോപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ടാൻജന്റ്. ഈ ഡബിൾ ടാൻജന്റ് എവിടെ മീറ്റ് ചെയ്യുന്നത്? n1 സ്റ്റാർ n2 സ്റ്റാർ. n1 സ്റ്റാർ n2 സ്റ്റാർ എന്താണ്? ഗ്യാസിന്റെ ലിക്വിഡിന്റെ ഡെൻസിറ്റീസ് ആയിരിക്കും. അതായത് നമ്മൾ എഫ് എന്നിന്റെ കർവ്, എഫ് എൻ എന്താണെന്ന് അറിയാം, ഫ്രീ എനർജി ഡെൻസിറ്റിയുടെ ഒരു കർവ് വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി വരച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് മിനിമാസ് കിട്ടും. ഈ രണ്ട് മിനിമാസിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ടാൻജന്റ്. ഈ ഡബിൾ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റീസ്. ഓക്കെ, അതുപോലെ മറ്റൊരു വഴിയാണ് മാക്സ്വെൽസ് കൺസ്ട്രക്ഷൻ. മാക്സ്വെൽസ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഇച്ചിരി വ്യത്യസ്തമായിട്ട് നോക്കൂ. ഇതൊരു കർവിന്റെ എഫ് എൻ ഫ്രീ എനർജി ഡെൻസിറ്റിയുടെ കർവ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ കർവ് എടുക്കും. അത് നമുക്കറിയാം, ഡെറിവേറ്റീവ് ഇവിടെ രണ്ട് മിനിമം ഒരു മാക്സിമം ആയിരുന്നു. അപ്പൊ ഓരോ മാക്സിമം ഓരോ മിനിമായി ഇവിടെ വന്നു, കുറച്ച് ഏരിയ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും സച്ച് ദാറ്റ് ദ ഏരിയ എൻക്ലോസ്ഡ് എബോവ് ആൻഡ് ബിലോ ദ സ്ട്രെയിറ്റ് ലൈൻ ആർ ദ സെയിം. അങ്ങനത്തെ രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കും, ലൈനിന്റെ മേളിലും താഴെ ഒരേ ഏരിയ വരുന്ന രീതിയിൽ. അങ്ങനെ അത് മീറ്റ് ചെയ്യുന്ന സ്ഥലം, ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ്സ് ദ കർവ് അറ്റ് mu n is equal to f dash n. ഹൊറിസോണ്ടൽ കർവ് മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദ കർവ് ആയിരിക്കും. നമുക്ക് ആ രണ്ട് ഏരിയയും ഇന്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് n1 സ്റ്റാർ ടു n2 സ്റ്റാർ mu n മൈനസ് മ്യൂ സ്റ്റാർ. mu n മൈനസ് മ്യൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, മ്യൂ സ്റ്റാറിലാണ് ഈ ലൈൻ വരുന്നത്, ഈ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നത് മ്യൂ സ്റ്റാറിൽ കൂടാണ്. സോ mu n മൈനസ് മ്യൂ സ്റ്റാർ ഇൻറ്റു ഡി എൻ, ആൻഡ് mu n എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എൻ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എൻ മൈനസ് മ്യൂ സ്റ്റാർ എന്ന് വരും, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0. 0 ആകാനുള്ള കാരണം എന്താണ്? രണ്ട് വശത്തെ ഏരിയ സെയിം ആണ്. എബോവ് ദ ലൈനും ബിലോ ദ ലൈനും സെയിം ആണെങ്കിൽ ഈ ടോട്ടൽ ഏരിയ 0 ആയിരിക്കും. അപ്പൊ ഈ വഴി കൂടെ നമുക്ക് എഫ് മൈനസ് മ്യൂ സ്റ്റാർ എൻ കണ്ടുപിടിച്ചാൽ ഇതിനകത്തുനിന്ന് എൻ നമ്പർ ഡെൻസിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ സൈഡിലും. സോ ദീസ് ആർ ദ ടു കൺസ്ട്രക്ഷൻസ് ടു ഫൈൻഡ് ദ ഡെൻസിറ്റീസ് ഓഫ് ദ ലിക്വിഡ് ഗ്യാസ് സിസ്റ്റം. ഓക്കെ, that's a short video.